ഉകാശത്ത് ബിൻ മുഹ്സൻ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരിയാണ് ഉമ്മു ഖൈസ് റളിയല്ലാഹു അൻഹ. അവർ പറയുന്നു, തൂഫിയ ഇബ്നി, എൻ്റെ മകൻ എനിക്ക് നഷ്ടമായി, എൻ്റെ മകൻ മരിച്ചുപോയി. ഫജസിഅതു അലൈഹി, എൻ്റെ മകൻ്റെ മരണത്തിൽ എനിക്ക് വല്ലാതെ വേദനയായി. ഫഖുൽതു ലില്ലദീ യുഗസ്സിലുഹു, എൻ്റെ കുഞ്ഞിനെ കുളിപ്പിക്കുന്ന ആളോട് ഞാൻ പറഞ്ഞു, ലാ തുഗസ്സിലി ബിനി ബിൽ മാഇൽ ബാരിദി ഫതഖ്തുലഹു, എൻ്റെ കുട്ടിനെ തണുത്ത വെള്ളം കൊണ്ട് കുളിപ്പിക്കല്ലേ, എൻ്റെ കുട്ടി മരിച്ചു പോകും കേട്ടോ എന്ന് ഞാൻ പറഞ്ഞു പോയി. കുട്ടി മരിച്ചിട്ടുണ്ട്, മരിച്ച കുട്ടിനെയാണ് കുളിപ്പിക്കണത്. അപ്പോൾ ഉമ്മു ഖൈസ് റളിയല്ലാഹു അൻഹ ആ വെപ്രാളത്തിൽ, ബേജാറിൽ, എൻ്റെ കുട്ടിനെ തണുത്ത വെള്ളം കൊണ്ട് കുളിപ്പിക്കല്ലേ, എൻ്റെ കുട്ടി മരിച്ചു പോകുമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഉകാശത്ത് ബിൻ മുഹ്സൻ റളിയല്ലാഹു അൻഹു, ആങ്ങള, സ്വന്തം സഹോദരൻ ഹബീബാ നബിയോട് ചെന്ന് പറഞ്ഞു, നബിയെ, എൻ്റെ പെങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫതബസ്സമ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുഞ്ചിരിച്ചു. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, മാ ഖാലത് ത്വാല ഉംറുഹാ, എന്താണ് ഉമ്മു ഖൈസ പറഞ്ഞത്? അവർക്ക് അല്ലാഹു ആയുസ് നൽകട്ടെ. അതിൽ ഉമ്മു ഖൈസ് രക്ഷപ്പെട്ടു. തങ്ങളുടെ ഒരു പ്രാർത്ഥന അങ്ങോട്ട് കിട്ടി, ഉമ്മു ഖൈസ് രക്ഷപ്പെട്ടു. ഫലാ നഅലമു ഇംറഅതൻ ഉമ്മിറത്, ഇത്രത്തോളം ആയുസ്സുണ്ടായിരുന്ന ഒരു പെണ്ണ് സ്വഹാബിയത്തുകളിൽ ഉണ്ടായിട്ടില്ലെന്നാണ് ചരിത്രം. 120 കൂടുതൽ കൊല്ലം ആ മഹദി ജീവിച്ചിട്ടുണ്ടെന്നാണ് ഉമ്മു ഖൈസ് റളിയല്ലാഹു അൻഹ. ഒറ്റ ദുആ നബിയുടെ.